വീണ വിജയന്റെ എക്സാലോജിക്കുമായി പണമിടപാടുള്ള 12 കമ്പനികൾക്ക് രേഖകൾ ഹാജരാക്കാൻ SFIO നൽകിയ സമയപരിധി ഇന്ന് തീരും. വർക്ക് ഓർഡർ, ഇൻവോയ്സ് എന്നിവയാണ് ഹാജരാക്കേണ്ടത്. എക്സാലോജിക്കുമായി വൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ കമ്പനികളാണ് SFIO അന്വേഷണ പരിധിയിൽ ഉള്ളത്. എക്സാലോജിക്കിന് കമ്പനികൾ എന്തിനാണ് പണം നൽകിയതെന്നും എക്സാലോജിക് തിരികെ നൽകിയ സേവനങ്ങൾ എന്തെല്ലാമാണെന്നുമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നത്. വീണ വിജയന്റെ IT കമ്പനിയുമായി ഈ കമ്പനികൾ ഉണ്ടാക്കിയ കരാർ രേഖകൾ, വർക്ക് ഓർഡർ, ഇൻവോയ്സ് എന്നിവയാണ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. സമയപരിധി അവസാനിക്കുന്നതിന് മുമ്പായി കമ്പനികൾ നൽകിയ രേഖകൾ പരിശോധിച്ചായിരിക്കും അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികൾ. കമ്പനി നിയമപ്രകാരം നൽകിയ നോട്ടീസിൽ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാത്ത കമ്പനികളിൽ നിന്ന് ഇവ കണ്ടെടുക്കുന്നതിനുള്ള നടപടികളിലേക്കും SFIO കടക്കും. നോട്ടീസ് ലഭിച്ച 12 സ്ഥാപനങ്ങളും കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നവയാണ്. എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോഴായിരുന്നു വലിയ തുകകൾ പല തവണകളിലായി നൽകിയ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ലഭിച്ചത്. നൽകാത്ത സേവനത്തിന് കരിമണൽ ഖനന കമ്പനിയായ CMRL എക്സാലോജിക്കിനും ഉടമ വീണ വിജയനുമായി 1,72 ലക്ഷം രൂപ നൽകിയതായി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതേ രീതിയിലാണോ മറ്റു കമ്പനികളും പണം നൽകിയിരുന്നതെന്നും എന്ത് പ്രത്യുപകാരം പ്രതീക്ഷിച്ചാണ് സാമ്പത്തിക ഇടപാടുകളെന്നുമാണ് വ്യക്തമാകേണ്ടത്. SFIO അന്വേഷണത്തെ ചോദ്യം ചെയ്തുള്ള എക്സാലോജിക്കിന്റെയും KSIDCയുടെയും ഹർജികളിൽ അന്വേഷണം മുന്നോട്ടു പോകട്ടെയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. റെയ്ഡും അറസ്റ്റുമടക്കം വിപുലമായ അന്വേഷണ അധികാരങ്ങളുള്ള ഏജൻസിയാണ് SFIO. ജനം, കൊച്ചി.